സർ, CPM എന്ന് പറയുന്ന പാർട്ടി അവർക്ക് ഇഷ്ടമുള്ളവരെ ചേർത്ത് പിടിക്കും, അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഏത് തരത്തിലും ദ്രോഹിക്കും. കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളത്ത് CPM ഭരണസമിതി മറിച്ചിടാൻ കഴിയുന്ന ഒരു കൗൺസിലർ, CPM തന്നെ കൗൺസിലറാണ്, അവർ തങ്ങളോടൊപ്പം നിൽക്കില്ല എന്ന് കരുതിയപ്പോൾ ബലമായിട്ട് പിടിച്ചു വലിച്ച് കാറിനകത്ത് കയറ്റിക്കൊണ്ട് വന്നു. മകനും മകളും ഒക്കെ പരാതിയായിട്ട് രംഗത്ത് വരേണ്ടിരുന്നു. ആ സ്ത്രീ പിന്നീട് പറഞ്ഞത്, എന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ നടു റോഡിൽ സാരി വലിച്ചു കയറി കാറിലേക്ക് തള്ളിയിടുകയായിരുന്നു, കാറ് ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? അത് സത്യം പറഞ്ഞാൽ അത് കൂത്താട്ടുകുളത്ത് നടന്ന ഒരു സംഭവമാണെങ്കിലും അതിനെ ആ സംഭവം വളരെ ചെറിയൊരു സംഭവമായിട്ട് നമ്മളതിനെ കണ്ടിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പൗരൻ എന്ന നിലയിൽ, ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നലെ അത് കണ്ട് എനിക്ക് നിസ്സഹായത തോന്നിപ്പോയി. അതിൻ്റെ ഒരു ഉദാഹരണത്തോടെ ഞാൻ പറയാം. ഏതാനും നാൾ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പുതിയ കാറ് വാങ്ങി. ആലപ്പുഴ സ്വദേശിയാണ്. അദ്ദേഹവും ഭാര്യയും കൂടെ ഈ കാറിനകത്ത്, കാർ എടുത്തിട്ട് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു, ആലപ്പുഴ മുല്ലയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് അവിടെ ഒരു കടയിൽ കയറി ചായ കുടിക്കാനായിട്ട് കയറി. അപ്പോൾ എത്ര വാഹനങ്ങളുള്ളവരാണെങ്കിലും ആദ്യമായിട്ടൊക്കെ ഒരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൗതുകമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഈ കാറിൻ്റെ പള്ളക്ക് ഇങ്ങനെ ഒരച്ചിട്ടത് പോയി. നിർത്തിയിട്ട് വണ്ടിയുടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷമം, മാത്രമല്ല ഫോറിൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്വാഭാവികമായ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന നിലയിൽ ഇറങ്ങി ഓടി പുറത്തു വന്നപ്പോഴത്തേക്ക് ഇയാളെ ഈ മുഖഭാവം കണ്ടിട്ട് ഈ ബൈക്കുകാരൻ നിർത്തി, കറങ്ങി തിരിഞ്ഞു വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയിൽ കാണിച്ചത് ചോദിച്ചു. അതിനിപ്പോൾ എന്നൊക്കെയുള്ള ആ ഒരു ഡയലോഗിലേക്ക് കിടന്നു. അപ്പോൾ ഇയാളും കുറച്ച് ധാർമ്മിക വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ഇയാൾ അങ്ങോട്ട് മാറി നിന്നിട്ട് 2-3 ഫോൺ കോൾ ചെയ്തു. ഫോൺ കോൾ ചെയ്ത് ഇയാൾ സംഭാഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പല ഭാഗത്തു നിന്നും ബൈക്കുകളിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇയാളുടെ ഭാര്യ ഇയാളെ വലിച്ച് കാറിനകത്ത് കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു നിസ്സഹായാവസ്ഥ. ഒരു ലാൻഡ് ഓർഡർ, ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നിയമപാലനമുള്ള ഒരു സംസ്ഥാനത്ത് നടക്കൂ. അപ്പോൾ ഇന്നലത്തെ കൂത്താട്ടുകുളത്തെ സംഭവത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോൾ UP-യിലോ ബീഹാറിലോ ഒക്കെ നടന്ന നമ്മൾ കേരളത്തിൽ ഇത് വലിയ ചർച്ചാ വിഷയമൊക്കെ ആക്കി ഇത് ഇന്ത്യൻ ഡെമോക്രസിയുടെ ജനാധിപത്യം തകർന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇന്നലത്തെ കൂത്താട്ടുകുളത്തിലെ സംഭവത്തിലേക്ക് നോക്കുക. ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളും തകർന്നു വീണ ഒരു നിമിഷമായിരുന്നു. ഉദാഹരണം, ഈ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ നമ്പർ ഗെയിമിൽ ഒഴിച്ചുവിടാൻ പറ്റുന്നൊരു സാധനമാണ്, അല്ലേ? അപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം വരുന്നു. 13 പേര് ഭരണപക്ഷത്തും 11 പേര് UDF-ൻ്റെ ഭാഗത്ത്, LDF 13, UDF 11. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു LDF അംഗം അല്ലെങ്കിൽ CPM അംഗമായ കലാവിജയൻ UDF-ൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാവുന്നു, ഒരു സ്വതന്ത്രനും കൂടി തയ്യാറാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സഭ വീഴും. ഇത് ഇവർക്ക് ഈ CPM-ൻ്റെ പ്രവർത്തന രീതി ശൈലിയുമൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം UDF-കാർ പോയി കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പോലീസ് വലയത്തിൽ ഇവർ UDF പ്രവർത്തക അംഗങ്ങളുമായിട്ടാണ്, കൗൺസിലർമാരുമായിട്ടാണ് കൗൺസിൽ ഹാളിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ പോലീസ് പ്രൊട്ടക്ഷനിലാണ്. ആ പോലീസ് പ്രൊട്ടക്ഷനെ ഭേദിച്ച് ഒരു കാറിൽ വന്നിറങ്ങിയ സമയത്ത് ഈ ചെയർപേഴ്സൻ്റെ കാറിൽ ഇവരെ പോലീസിൻ്റെ വലയത്തെ ഭേദിച്ച് ഇവരെ വലിച്ചിഴച്ച് ചെയർപേഴ്സൻ്റെ കാറിലാണ് വലിച്ചു കയറ്റി കൊണ്ടുപോയിരിക്കുന്നത്, സ്ത്രീ ഉൾപ്പെടെയുള്ള. അപ്പോൾ ആ പോകുന്ന പോക്കിലാണ് അവരുടെ കാലിൽ മറ്റേ ഡോറ് പുറത്ത് കാലിൻ്റെ കുറച്ച് ഭാഗം, കാര്യം പിടിവലിയൊക്കെ ഉണ്ടായല്ലോ, അത് അടച്ച സമയത്ത് പരിക്കുപറ്റി എന്നൊക്കെ പറഞ്ഞു. ഇത് എല്ലാ ജനങ്ങളും കാണുകയും പോലീസിൻ്റെ മുമ്പിൽ നിന്നാണ്, പോലീസ് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ കോടതിയുടെ അവസ്ഥ എന്തായി? കോടതി ഉത്തരവിൻ്റെ അവസ്ഥ എന്തായി? അതേപോലെ ജനാധിപത്യ പ്രക്രിയ വളരെ ഏറ്റവും ഒരു വലിയ ഉദാത്തമായ സംസ്കാരത്തിൻ്റെ പ്രായോഗികമായ ആപ്ലിക്കേഷനാണ് ഈ പ്രക്രിയ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായി? അവിടെ നിന്ന് ഇവരെ കൊണ്ടുപോകുന്നു.
സ്വാഭാവികമായിട്ടും സംഘർഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പോലീസിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. പോലീസ് നിസ്സഹായമാണ്. കാര്യം പോലീസിന് മുൻകൂട്ടി അറിയാവുന്നതായിരിക്കണം ഒന്നുകിൽ, അതല്ലെങ്കിൽ പോലീസിന് ഇങ്ങനെ പെരുമാറാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യം പോലീസിനുമുണ്ട്, CPM പ്രവർത്തകർക്കുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ മണിക്കൂറോളം കാണാതെ വരുന്നു. ഇവരുടെ മകനും മകളും പോലീസ് സ്റ്റേഷനിലെത്തുന്നു, പരാതി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോലീസ് പോകുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോലീസിനെ കയറാൻ അനുവദിക്കുന്നില്ല. പാർട്ടി ഓഫീസാണ്, കയറാൻ പറ്റുന്നില്ല. കാര്യം തൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന് ആ സ്ത്രീയുടെ മകനും മകളും കൂടെ വന്ന് പരാതി കൊടുത്തിട്ട് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക, സാങ്കേതികമായിട്ട് പരാതി ഇട്ടിട്ട് പോലീസ് അവിടെ ചെല്ലുന്നു. കുട്ടികളുടെ അമ്മയെ രക്ഷിക്കാനാണ് പോകുന്നത് അല്ലേ, അമ്മയെ കസ്റ്റഡിയിൽ എടുക്കാൻ. സ്വാഭാവികമായിട്ടും നാട്ടിലെ സ്വാഭാവിക നീതിയാണല്ലോ. അതെ. അപ്പോൾ അവിടെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് സമാന്തരമായിട്ട് ഈ മുനിസിപ്പൽ കൗൺസിലിലും അവിടെ മുനിസിപ്പൽ ഓഫീസിലും പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. ഇതിനിടയ്ക്ക് കൗൺസിലിൽ വന്നിട്ട് അല്ലെങ്കിൽ സെക്രട്ടറി വന്ന് അറിയിക്കുന്നു, കലാവിജയനെ തട്ടിക്കൊണ്ടുപോയ ചെയർപേഴ്സൻ്റെ കാറ് വേറെ ഏതൊരു ജംഗ്ഷനിൽ കിടക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാടകങ്ങളിൽ നടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വൈകുന്നേരം കലാവിജയനെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അവർ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിന് ശേഷം തങ്ങളുടെ കൗൺസിലേഴ്സിനെ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് LDF പ്രവർത്തകർ, വനിതാ കൗൺസിലേഴ്സിനെ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ് LDF പ്രവർത്തകരുടെ പ്രകടനം നടത്തി, മാർച്ച് നടത്തി. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും കേസെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഇത് വളരെ വ്യക്തമായിട്ട് മാറും. ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുമ്പേ ടെലിവിഷൻ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രോള് കാണുന്നു, തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഈ നറേറ്റീവ് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളുടെ കൺമുന്നിൽ നടന്ന സംഭവങ്ങളാണ്. അതായത് കൺമുന്നിൽ എന്ന് പറഞ്ഞാൽ ടെലിവിഷനിലൂടെ നമ്മൾ കണ്ട സംഗതികളാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മളുടെ നിയമപാലന വ്യവസ്ഥയുടെ അവസ്ഥയെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു സാധാരണ പൗരന് എന്തെങ്കിലും അനീതി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയുടെ മുമ്പിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നാളെ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ സഹോദരിയായിട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി CPM-കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേരിൽ കേസ് വരുന്നൊരവസ്ഥ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലുള്ള ജനങ്ങൾ ഒരുപാട് സമാധാനകാംക്ഷികളാണോ അതോ പേടിച്ചു തൂറികളാണോ എന്ന് സംശയമുണ്ട്. പേടി കൊണ്ട് പലതും ചെയ്യാതിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഓരോ ജീവിതം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടും ഒക്കെ ആയിരിക്കണം വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ ഓടിപ്പോകുന്നതിനൊരു കാരണം. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയുടെ ആവശ്യം ഇന്നത്തെ വർത്തമാന കേരളത്തിൽ ഇല്ല. പണ്ടൊക്കെ പറയുമായിരുന്നു ഉത്തരേന്ത്യയിൽ നടക്കുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറമാണ്. അവിടെ ഭയങ്കരമായ അതിക്രമങ്ങൾ നടക്കുന്നു, ഗുണ്ടാരാജ് നടക്കുന്നു, ഈ ഗ്രാമത്തലവൻ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഗ്രാമത്തിലെ കൊള്ളത്തലവൻ പറയുന്നിട്ട് അത് ചെയ്യുന്നതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കൂത്താട്ടുകാലത്ത് നടന്ന സംഭവം, സാറ് നേരത്തെ മുല്ലക്കലിലെ കാര്യം പറഞ്ഞ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. മുല്ലക്കൽ ഒരു വാഹനം എടുത്ത് ആ വണ്ടിയിൽ അങ്ങോട്ട് ചെന്ന് ഇടിച്ച് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അത് ചോദിച്ചപ്പോൾ തിരിച്ച് ദാർഷ്ട്യം കാണിക്കുക മാത്രമല്ല അവൻ്റെ കൂട്ടാളികളെ വിളിച്ചു വരുത്തുന്നു. ഇനിയും ചോദിച്ചാൽ ഒരു പക്ഷേ മറ്റേ സൈഡിൽ ഇതുപോലെ കേടുപടുന്നു. അപ്പോൾ ഉത്തരേന്ത്യ അല്ല അല്ലേ, ഉത്തരേന്ത്യയല്ല, ഇത് ഉത്തരേന്ത്യയല്ല. അതിനി അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലെ ആ പഴയ പ്രതാപത്തിലേക്ക് അല്ലെ ഉത്തരേന്ത്യയിലെ ആ ഒരു കാടത്തത്തിലേക്ക് മലയാളികൾ കേരളീയർ പോകുന്നു. അല്ല, അതിനേക്കാൾ പുതിയ സ്ഥാനം ഉത്തരേന്ത്യയിലുള്ള ഒരു പഴയ ഒരു ചില ജീർണിച്ചു പോയ സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ച വേണമെന്ന് പറയാം. കേരളത്തിൽ അതല്ല. കേരളത്തിൽ വളരെ അത്യാവശ്യം മാന്യതയോടൊക്കെ പരസ്പരം പെരുമാറിയിരുന്ന ഒരു ഇടമായിരുന്നു കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാറിൽ ഒരച്ച വ്യക്തിയും അതിൻ്റെ ഓണറേയും ഭാര്യയും ഉണ്ടായുള്ള അവരെ ആക്രമിക്കാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടിയതും ഇന്നലെ കൂത്താട്ടുകുളത്ത് പോലീസിൻ്റെ വലയം ഭേദിച്ച് ഒരു കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതും അതേപോലെ തന്നെ പോലീസ് അവരെ തിരിച്ചെടുക്കാനായിട്ട് അവരുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഉള്ളിൽ കയറ്റാതിരുന്നതിൻ്റെയും കാരണം എന്താണ്? അവിടുത്തെ CPM പ്രവർത്തകർക്കും അവിടുത്തെ DYFIക്കാർക്കും SFIക്കാർക്കും അറിയാം ഞങ്ങളുടെയാണ് പോലീസ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ,
അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പിണറായി വിജയൻ ഒന്നും ചെയ്യില്ല, സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം. അത് ചെറിയ ബോധ്യമൊന്നും അല്ലത്. ഉദാഹരണത്തിന് ആ ബോധ്യത്തിൻ്റെ അളവറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദാഹരണത്തിന് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ഒരു നിയമവ്യവസ്ഥയിൽ ഉണ്ടായി വന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പഴയ ഉഡായിപ്പുകളെല്ലാം ജയിലിനകത്ത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ജാമ്യം പിന്നെ കാശ് വെച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം അറേഞ്ച് ചെയ്തു. പക്ഷെ കോടതി ഒന്ന് കട്ടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിവാസം ഇവിടെ നടക്കില്ല എന്ന് വ്യക്തമായ രീതിയിൽ ഹൈക്കോടതി ഒന്ന് വാണിച്ചപ്പോഴത്തേക്ക് ഇയാൾ പത്തി മടക്കി അകത്ത് പോകുമെന്നറിയാം. അപ്പോൾ സംസ്കാരം തീരെ ഇല്ലാത്ത വ്യക്തികളെ സാംസ്കാരികമായിട്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് മറ്റുള്ളവർക്കും അസൗകര്യമില്ലാതെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമങ്ങളൊക്കെ. സംസ്കാരമുള്ളവൻ അത്യാവശ്യം ഈ ഭരണഘടനയോ നിയമമോ ഒന്നും നോക്കാതെ തന്നെ അയാളുടെ പ്രവൃത്തിയിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഇല്ലാത്ത വ്യക്തികളെ പൊതുസമൂഹത്തിൽ ഏകദേശം ഒരേപോലെ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണല്ലോ ഈ വ്യവസ്ഥകളൊക്കെ. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇത് മാറി എന്ന് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ അനാവശ്യം ആൾക്കാരെ ആക്ഷേപിച്ചു കഴിഞ്ഞാലോ വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നിയമവ്യവസ്ഥ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ പോലീസുകാർക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണോ? ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോരോ പിന്നെ സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ വാചകങ്ങളെടുത്ത് നോക്കി അറിയാം. എല്ലാം ഏതൊരു സിവിൽ പോലീസ് ഓഫീസർക്കും വേണമെങ്കിൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യം മൊത്തത്തിൽ നിലനിൽക്കുന്നു. ഇതാണ് ക്രിമിനൽസിനെയും അതേപോലെ ക്രിമിനൽ ആക്ടിവിറ്റി ഇപ്പോൾ കേരളത്തിൽ തഴച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി അതാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ കാലത്തെ CPM-ൻ്റെ പുതിയ ഗുണ്ടായിസം അങ്ങനെ പറയേണ്ടി വരും അല്ലേ? ഒറ്റ വാക്കി പറയാൻ അത് ഈ ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പരിമിതമായ ഒരു വാക്കാണോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റമായി മാറുകയാണ്. ഇപ്പം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ കേരളത്തിൻ്റെ പോലീസ് എന്ത് ചെയ്താലും ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നൊരു പൊതുബോധ്യം ഒരു വിഭാഗം ആൾക്കാർക്ക് വരുന്നു. മനസ്സിലായില്ലേ? അതിന് വെള്ളവും വളവും കൊടുക്കുന്നത് ഈ പറയുന്ന സർക്കാരാണ്. അപ്പോൾ ആ ഒരു പൊതുബോധ്യം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് എല്ലാം ഇപ്പം നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന ഒരു പൊതുബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലേ? ഇപ്പം ഞാനും സിനിജയും കൊണ്ടുവരെ സംസാരിക്കുന്നു. ഇപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിനൊരു പൊതുബോധ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കത്തി എടുത്ത് ഞാൻ വേണമെങ്കിൽ സിനിജി ഒരു കുത്തില്ല എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ പൊതുവിൽ അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു പൊതുബോധ്യത്തിലാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നതും പുറത്തേക്ക് സഞ്ചരിക്കുന്നതും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതും പൊതുസ്ഥലത്ത് സഞ്ചരിക്കുന്നതും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതല്ലാത്ത ചില വ്യക്തികളുണ്ട്. അവരെ നിയന്ത്രിക്കുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നിയമവ്യവസ്ഥ ആവശ്യമായിട്ട് അല്ലേ? അപ്പോൾ അവർ ആധിപത്യം നേടുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മാറി. ഇതാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ട സംഗതി. ഇത് ഓരോ വ്യക്തിയും ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു വളരെ ന്യൂനപക്ഷം എപ്പോഴും, കാരണം ക്രിമിനൽസ് ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാവില്ല. അങ്ങനൊരു സമൂഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ നിലനിൽക്കാനും പറ്റില്ലല്ലോ. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ കുളിക്കുന്നത് നല്ല സ്വഭാവമാണ്, പക്ഷേ അഴുക്കുണ്ടായിട്ടല്ലേ കുളിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ക്രിമിനൽസ് ഇല്ലാതെ ഒരിക്കലും ലോകത്തിൽ ഒരിടത്തും ഉണ്ടാകത്തില്ല. പക്ഷേ അവരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്കുള്ള ഭൂരിപക്ഷം ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിച്ചു പോകണം. അതിനുവേണ്ടിയാണ് ഈ വ്യവസ്ഥകളെല്ലാം. നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, സ്വാഭാവികമായിട്ടും നല്ല മാറ്റങ്ങളിലേക്കും പ്രതീക്ഷിക്കണം. കാര്യം മനുഷ്യരാശി എപ്പോഴും മുമ്പോട്ട് പോയിട്ടുള്ള ഇടത്തിലേ നമ്മുടെ മുമ്പിലുള്ളൂ. സ്വാഭാവികമായിട്ടും ചില ജീർണതകൾ വരും. ഇതാ ജീർണതയുടെ മലയാളി സമൂഹത്തിൻ്റെ ഈ പുരോഗമനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉത്തരാധുനികം അത്യന്താധുനികം മാനവീയം എന്ന് പറയുന്ന ചില പൊതികൾക്കുള്ളിൽ തിളങ്ങുന്ന പൊതികൾക്കുള്ളിൽ കിടന്ന് ചീഞ്ഞു നാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് മാറണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.